2023 നാരീശക്തി വന്ദൻ അധിനിയം പാസ്സാക്കപ്പെടുമ്പോൾ രാഷ്ട്രീയമായ ഭേദബുദ്ധികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാജ്യനന്മയെ കരുതി ജനാധിപത്യ ബോധത്തോടെ അത് പാസ്സാക്കപ്പെടുകയും അതൊരു പുതിയ തുടക്കമായി നമ്മൾ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ 2023 ആ നിയമ നിർമ്മാണം മുഖേന അടുത്ത സെൻസസ് 2026 ശേഷം 27 സംഭവിക്കാൻ പോകുന്ന സെൻസസ് അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷനും അതിനെ തുടർന്ന് സ്ത്രീകൾക്ക് 33% സംവരണവും എന്നതായിരുന്നു തീരുമാനിക്കപ്പെട്ടത്. എങ്കിൽ പിന്നെ എന്തിനാണ് 2026 ഏപ്രിൽ 11 ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്? അതിന്റെ ഉത്തരം 2027 ജനസംഖ്യാ നിർണയം അല്ലെങ്കിൽ സെൻസസ് നടക്കുന്നതെങ്കിൽ അതിനെ തുടർന്ന് ഡീലിമിറ്റേഷൻ പ്രോസസ് അതിനുശേഷമാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ പ്രക്രിയ ഏറെ സമയമെടുക്കുകയും 2029 പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും സ്ത്രീ സംവരണം നാരീശക്തി വന്ദൻ അധിനിയം നടപ്പിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യും. 2029 പോലും നമ്മുടെ ശക്തരായ, പ്രബലരായ, പ്രബുദ്ധരായ വനിതകൾക്ക്, രാജ്യത്തെ 50% പൗരകൾക്ക് അവസരം ലഭിക്കാതെ വരും. ഒരുപക്ഷെ അത് 2034 തെരഞ്ഞെടുപ്പിലേക്ക് നീണ്ടുപോയെന്ന് വരാം. അങ്ങനെ സംഭവിക്കരുത് എന്നും ഇറ്റ് ഷുഡ് ബി ആസ് ഏർലി ആസ് പോസിബിൾ എന്നതുകൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 131 ഭേദഗതിയിലൂടെ ഉടൻ തന്നെ 2011 ജനസംഖ്യാ നിർണയ പ്രകാരം ഇത് നടപ്പിലാക്കപ്പെടുക എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ അതിനോട് കാണിക്കുന്ന വിമുഖത, അതിനോട് കാണിക്കുന്ന നിരാസം, ഇത് വലിയൊരു ദ്രോഹമല്ലേ സ്ത്രീകളോട് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് അവസരം കൊടുക്കണ്ടേ? സ്ത്രീകൾ രാഷ്ട്ര നിർമ്മാണത്തിൽ കൂടുതൽ പങ്കാളിത്തമുള്ളവരായി തീരണ്ടേ? അവരുടെ നേതൃത്വ സിദ്ധികൾ ഉപയോഗിക്കപ്പെടേണ്ടേ? ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ഈ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അവർ ജനാധിപത്യത്തിന്റെ പേരിലാണ്, ഭരണഘടനയുടെ പേരിലാണ് അവർ അവരുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതെന്നായിരുന്നല്ലോ ഇതുവരെയുള്ള വാദം. ജനാധിപത്യം സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടുന്നത് വൈകിപ്പിക്കുന്നതാണോ ജനാധിപത്യം? ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതാണോ ഭരണഘടനയോടുള്ള വിധേയത്വം? കേന്ദ്ര സർക്കാർ തുല്യനീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്നതാണോ ജനാധിപത്യം? ഇനി ഈ പ്രതിപക്ഷ മുന്നണി ഉന്നയിക്കുന്ന ചില വാദങ്ങളെ കുറിച്ച് കൂടി പറയാം. അവര് പറയുന്നു തെക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. ഉദാഹരണം, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിർണയത്തിൽ കൃത്യമായ, ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനസംഖ്യ വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ നഷ്ടം വരുമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇങ്ങനെ നഷ്ടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ വളരെ ഉദാരമായ ഒരു നയം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% സീറ്റ് വർധന. ജനസംഖ്യ നിയന്ത്രിക്കപ്പെട്ടതോ നിയന്ത്രിക്കപ്പെടാത്തതോ നിയന്ത്രിക്കുകയെന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നതോ ആയ സംസ്ഥാനമായിക്കൊള്ളട്ടെ, എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി 50% സീറ്റ് വർധന. 20 ലോക്സഭാ സീറ്റുകളുള്ള കേരളത്തിന് 30 ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്നു. 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാടിന് അതിൻ്റെ കൂടെ ഏതാണ്ട് 19-20 സീറ്റുകൾ കൂടി ലഭിക്കുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും 50% സീറ്റ് വർധന ലഭിക്കുന്നു. മറിച്ച് 2027 നടക്കാൻ പോകുന്ന, കഴിഞ്ഞ ദിവസത്തെ ബില്ല് നിരസിക്കപ്പെട്ട സാഹചര്യത്തിൽ 2027 നടക്കാൻ പോകുന്ന
സെൻസസ് അടിസ്ഥാനത്തിലാണ് ഡീലിമിറ്റേഷൻ സംഭവിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ സീറ്റുകളുടെ എണ്ണം 15 തമിഴ്നാടിന്റെ സീറ്റുകളുടെ എണ്ണം 28 ഒക്കെ കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് മുഴുവൻ ജനങ്ങൾക്കും, മുഴുവൻ സംസ്ഥാനങ്ങൾക്കും, മുഴുവൻ പ്രദേശങ്ങൾക്കും തുല്യനീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി കൊണ്ടുവന്നത്. നമുക്കറിയാം, ഇന്ന് പല പ്രദേശങ്ങളിലും MP-മാർക്ക് പ്രതിനിധീകരിക്കാനുള്ളത് അതിവിശാലമായ പ്രദേശങ്ങളെയും അതിബഹുലമായ ജനസംഖ്യയുമാണ്. മറ്റു ചിലയിടത്ത് അങ്ങനെയല്ല. അപ്പോ എങ്ങനെയാണ് ഒരു പാർലമെന്റ് മെമ്പർക്ക് തന്റെ ജനതയോട്, താൻ പ്രതിനിധീകരിക്കുന്നവരോട് നീതി പുലർത്താൻ കഴിയുക? ആ സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ നിയമപ്രകാരം, ഈ ബില്ല് പ്രകാരം പരമാവധി സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുകയും 815 അത് നിർത്തുകയും 50% സീറ്റ് വർധനയിലൂടെ ഒരു സംസ്ഥാനത്തിനും ഒരുവിധമായ നഷ്ടവും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനായിരുന്നു ലോക്സഭയിൽ ഈ ഭേദഗതി ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറികൾക്ക് വേണ്ടി പ്രത്യേകമായ ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് യൂണിയൻ ടെറിട്ടറികളിലെ ഭരണ നിയമനിർവഹണ സംവിധാനം തികച്ചും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് ഒരു പ്രത്യേക ബില്ല് ആവശ്യമാണെന്നതിനാലാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതും പ്രതിപക്ഷ കക്ഷികൾ എതിർത്ത് തോൽപ്പിച്ചു എന്നവർ അഭിമാനിക്കുന്നതും. ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അവർ ബില്ലിനെ എതിർത്ത് തോൽപ്പിച്ചപ്പോൾ കൈയടിച്ച് ആഘോഷിച്ചത് കേവലം മേശപ്പുറത്ത് മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവസരങ്ങൾക്ക് സംഭവിച്ച തോൽവിയുടെ മേൽ കൂടിയാണ് എന്ന് ആവർത്തിക്കേണ്ടി വരുന്നത് അവിടെയാണ്.